തെരഞ്ഞെടുപ്പ് തോൽവിയടക്കം ജനങ്ങളുടെ വിശദീകരിക്കാൻ ഗൃഹസന്ദർശന പരിപാടിയുമായി സിപിഐഎം ജനുവരി 15 മുതൽ 22 വരെ സിപിഐഎം പ്രവർത്തകരും നേതാക്കളും കേരളത്തിലെ എല്ലാ വീടുകളിലും കയറിയിറങ്ങും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ടുള്ള പ്രചാരവേലയാണ് നടന്നതെന്നും സർക്കാരിനെതിരെ എന്തെങ്കിലും ചൂണ്ടിക്കാട്ടി വോട്ട് നേടാൻ യുഡിഎഫിന് കഴിഞ്ഞിട്ടില്ലെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. 15 മുതൽ 22 വരെ കേരളത്തിലെ എല്ലാ വീടുകളിലും ഞങ്ങൾക്ക് ഉണ്ടായ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ തുറന്ന ഒരു സംവാദത്തിന് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ വീടുകളിലും കയറി പാർട്ടി നേതൃത്വം മുതൽ താഴെ തലം വരെയുള്ള മുഴുവൻ ആളുകളും ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ഈ ഗൃഹസന്ദർശന പരിപാടി അവരുമായിട്ടുള്ള ആശയവിനിമയം ശക്തിപ്പെടുത്തണം, ഗൃഹസന്ദർശന പരിപാടി നടത്തണം എന്നിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലുണ്ടായ ഈ അപ്രതീക്ഷിതമായ പരാജയം ശരിയായ ദിശാബോധത്തോടെ വിലയിരുത്തി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കണം എന്നാണ് പാർട്ടി പൊതുവെ തീരുമാനിച്ചത്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സർക്കാരിനെതിരെ സർക്കാരിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് നേടുന്നതിന് യുഡിഎഫോ കള്ള പ്രചാരവേലയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരമ്പരയാണ് യുഡിഎഫും ബിജെപിയും അഴിച്ചുവിട്ടിട്ടുള്ളത്. മറ്റത്തൂരിലെ കോൺഗ്രസ് ബി.ജെ.പി. കൂട്ടുകെട്ട് കൂറുമാറ്റത്തിന്റെ കേരള മോഡലെന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. കൂറുമാറ്റമുണ്ടായത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് അടക്കം ഇതിനെ ന്യായീകരിക്കുകയാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. മുഴുവൻ യു.ഡി.എഫ് കോൺഗ്രസ് അംഗങ്ങളും ബി.ജെ.പിയിലേക്ക് ചേക്കേറുന്ന കാഴ്ച കേരളം കണ്ടത് നിമിഷ നേരം കൊണ്ട് മുഴുവൻ കോൺഗ്രസ് വാർഡ് അംഗങ്ങൾക്കും ബി.ജെ.പിയായി മാറാൻ യാതൊരു പ്രയാസവുമില്ല എന്നാണ് കൂറുമാറ്റം. എല്ലാ കോൺഗ്രസും മാറി ബി.ജെ.പിയിലേക്ക് ചേക്കേറുന്ന അവസ്ഥയിൽ നമ്മൾ കാണുന്നു. അവിടെ കോൺഗ്രസിൻ്റെ ജില്ലാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അവരുടെയെല്ലാം പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഈ കൂറുമാറ്റം നടത്തിയത്. വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ കൂറുമാറ്റത്തെ ന്യായീകരിക്കുന്ന അവസ്ഥയാണ് വന്നു ചേർന്നിട്ടുള്ളത്. കോൺഗ്രസിലെ പ്രമുഖ വിഭാഗങ്ങളാകെ ബി.ജെ.പിയിൽ ലയിച്ച് ഭരണ രീതി പുതിയ കേരള മോഡലായി ഇവിടെ അരങ്ങേറുന്നു എന്നുള്ളതാണ് ഗൗരവമുള്ള ഒരു കാര്യമായി. കമലേഷ് തെക്കേക്കാട് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. കമലേഷ്, തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പശ്ചാത്തലം അടക്കം പരിശോധിച്ച് തുടർ നടപടികൾ എന്തൊക്കെ എന്നതുകൂടിയാണ് ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. എന്തൊക്കെയാണ് സമഗ്രമായ വിവരങ്ങൾ? അസിത, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച വിശദമായ ചർച്ചകളാണ്. അതായത് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഉയർന്ന ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് സംസ്ഥാന സമിതി യോഗം ഈ വിഷയം വളരെ വിശദമായി തന്നെ വിലയിരുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ സുപ്രധാനമായ ചില തീരുമാനങ്ങളിലേക്ക് സംസ്ഥാന കമ്മിറ്റി പോകുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ വലിയ ആത്മവിശ്വാസം, അമിത ആത്മവിശ്വാസം പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉൾപ്പെടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നതിന് മുന്നോടിയായി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ. ഈ അമിത ആത്മവിശ്വാസം പരാജയത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ പാർട്ടി സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കാത്തതും ആ തെരഞ്ഞെടുപ്പ് ഒരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയം, ഈ തിരിച്ചടി വളരെ ഗൗരവത്തോടെ തന്നെയാണ് പാർട്ടി കാണുന്നത്. അത് എന്തൊക്കെ തരത്തിലുള്ള തിരിച്ചടികളാണ്, ഏതൊക്കെ വിഷയങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഗൃഹസന്ദർശന പരിപാടികളിലേക്കാണ് പാർട്ടി ഇനി പോകുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ നിലയിലേക്കുള്ള ചില പരിപാടികൾ, അതായത് ആളുകളെ നേരിട്ട് കണ്ടുകൊണ്ട് ഉൾപ്പെടെ ഈ വിഷയങ്ങളിൽ എന്താണ് സംഭവിച്ചത്, പാർട്ടിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ആ പാർട്ടി പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വർഗീയത കുത്തിനിറച്ചുകൊണ്ട്, അതായത് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുടെ പേര് അല്ലെങ്കിൽ ഈ വിശ്വാസങ്ങളെ ഉൾപ്പെടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ബി.ജെ.പിയും യു.ഡി.എഫും ഒരുപോലെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷേ ആ നിലയിലേക്കുള്ള ഒരു ഫലമുണ്ടാക്കാൻ, ഒരു നേട്ടമുണ്ടാക്കാൻ, ഒരു ലാഭമുണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്.
പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ പലയിടങ്ങളിലും ഈ വിശ്വാസികളായ ആളുകളെ വോട്ടർമാരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് എന്ന കാര്യം കൂടി പാർട്ടി കാണുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ പലയിടങ്ങളിലും അതായത് മുഖ്യ ശത്രുവായി പൊതുശത്രുവായി CPIM-നെ അല്ലെങ്കിൽ LDF-നെ ഇവർ കാണുന്നു എന്നുള്ളതാണ്. UDF-ഉം BJP-യും ഒരുപോലെ മുഖ്യ ശത്രുവായി LDF-നെ കാണുന്നു. UDF-ഉം LDF-ഉം നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ഇടങ്ങളിലെല്ലാം BJP വലിയ തോതിൽ UDF-നെ സഹായിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ BJP-ക്കെതിരെ LDF നേരിട്ട് മത്സരിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ UDF-ന്റെ സഹായം UDF-ന്റെ വോട്ടുകളെല്ലാം BJP-ക്കും നൽകുന്ന സാഹചര്യമുണ്ടായി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന കാര്യം കൂടിയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ കൂടി അദ്ദേഹം പരാമർശിച്ചു പോകുന്നു. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ മതനിരപേക്ഷ ഉള്ളടക്കം വലിയ തോതിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഇടമാണ് കേരളം. പക്ഷേ അവിടെ ഉൾപ്പെടെ വർഗീയ ശക്തികൾക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് അങ്ങേയറ്റം ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മതേതര സ്വഭാവം മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് വിരുദ്ധമായി നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ അതോടൊപ്പം സംസ്ഥാന വിരുദ്ധമായ സാമ്പത്തിക താൽപ്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വളരെ തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ ഉൾപ്പെടെ വലിയ പ്രക്ഷോഭ സമരങ്ങൾക്കും പാർട്ടി നേതൃത്വം നൽകുകയാണ്. ഇതിൻ്റെ ഭാഗമായി ജില്ലാ കേന്ദ്രങ്ങളിൽ ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്താണെങ്കിൽ ലോക് ഭവനിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ 2300-ഓളം വാർഡുകളിൽ അത് ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടാണ്. തൊഴിലുറപ്പ് പദ്ധതിയെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ നിയമ ഭേദഗതി ഒക്കെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് സംരക്ഷണം മുൻനിർത്തിക്കൊണ്ട് 23,000 വാർഡുകളിലും സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള 23,000 വാർഡുകളിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതോടൊപ്പം എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതോടൊപ്പം ഈ മാസം 17-ന് ശേഷം ഈ നിലയിൽ ഗൃഹസന്ദർശന പരിപാടികൾ എല്ലാ വീടുകളും കയറിക്കൊണ്ട് ആളുകളെ നേരിട്ട് കണ്ടുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങൾ അവർക്ക് പറയാനുള്ളത് കേൾക്കാനും അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയാനുമുള്ള വേദിയാക്കി ഈ ഗൃഹസന്ദർശന പരിപാടികളെല്ലാം മാറ്റാനുമുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പാർട്ടി പോകുന്നത്. ഏതായാലും കമലേഷ് തെക്കേക്കാടാണ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനത്തിന്റെ വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.